ഹലോ ഫ്രണ്ട്സ്, വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. ദുരന്തം ആദ്യ ഭാഗം അതിഗംഭീരമായിരുന്നു. അതിൻ്റെ ക്രിയേഷനും അതിൻ്റെ അറ്റംപ്റ്റും അതിൽ കാണിച്ചിരിക്കുന്ന ഓരോ സീനും തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആക്കുന്നായിരുന്നു. അതോടൊപ്പം നമ്മുടെ നാഷണലിലുണ്ടായിട്ടുള്ള നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള കുറേ ലോസുകളെ കുറിച്ചും വളരെ വിഷ്വലൈസേഷനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയ നഷ്ടമാണ് നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്കും പിന്നെ ബാക്കിയുള്ള മുംബൈയിലുണ്ടായിരുന്ന അറ്റാക്കും, അങ്ങനെ കുറേ അറ്റാക്കിനെ കുറിച്ചൊക്കെ വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വ്യക്തമായി കാണിച്ചൊരു സിനിമയും കൂടിയായിരുന്നു. പക്ഷേ ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ഒരു സംഭവങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചാണ് ഈ സിനിമ ദുരന്തർ ഫസ്റ്റ് ഉണ്ടായത്. ദുരന്തർ സെക്കൻഡ് വരാൻ പോകുന്ന എന്തൊക്കെ ഇൻസിഡൻസ് ആണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ദുരന്തർ 2യുടെ ഒരു അപ്ഡേറ്റ് പറയണതും ഇപ്പോൾ US തന്നെ പ്രീ സെയിലിനായിട്ട് അമേരിക്കയിൽ $1,00,000 കടമെന്നാണ് പറയുന്നത്. അത്രമാത്രം സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടുന്നു. രൺവീർ സിംഗിൻ്റെ ആദ്യ ഭാഗം, ഈ ഒരു മൂവിയുടെ ആദ്യ ഭാഗം ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞാൽ, കാരണം ഒരു പക്ഷേ അറിയാം ചത്ത് കിടന്ന കുഞ്ഞിനെ ജീവൻ വെച്ച് പറയില്ലേ, അതുപോലെയാണ് ശരിക്കും അവസ്ഥ. കാരണം ബോളിവുഡിൽ നിന്ന് ആ ഒരു സിനിമ ഇൻഡസ്ട്രി പാടെ തകർന്നു പോയി ഒരു സമയമാണ്. കാരണം ഒരു മൂവിയും അവരിൻ്റെ വിജയിക്കുന്നില്ല, വരുന്ന മൂവിയൊക്കെ തന്നെ കിട്ടുന്നില്ല, പൊട്ടുന്നു. പിന്നെ അധികം തന്നെ പിന്നെ വരികയാണെന്ന് തന്നെ എല്ലാം ക്ലീഷേ മൂവിയാണ്. അങ്ങനെ വലുതായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവിയൊന്നും അവർ അവിടെ കുറച്ച് കാലങ്ങളിൽ വരുന്നില്ല. അതിനുശേഷം വന്നൊരു സിനിമയാണ് ദുരന്തർ 1. കിടു പറഞ്ഞാൽ ഒരു അടിപൊളി സിനിമയായിരുന്നു. കാരണം 3.25 മണിക്കൂർ ഉണ്ടെങ്കിലും ആ 3.25 മണിക്കൂർ നമുക്ക് ഒരിക്കലും ഫീൽ ആവില്ല. ആ 3.25 മണിക്കൂർ നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നത് ശരിക്കും അത് എങ്ങനെയാണ് നമുക്ക് ശരിക്കും അത് അതിൽ ഓരോ സീനും ഓരോ അതിൻ്റെ ക്രിയേഷനും എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ ദുരന്തർ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ടത് ആ ഡയറക്ഷൻ്റെ സ്കില്ല് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നു. പിന്നെ അതിൽ നായകനായിട്ടുള്ള രൺവീർ സിംഗും നായിക ഒരു നമ്മുടെ ഇവിടെയുള്ള ഒരു കുഞ്ഞു പിള്ളയായിരുന്നു. ഇപ്പോൾ പെൺകുട്ടി നായികയായി മാറി അല്ലേ. എന്തായാലും നല്ല കാര്യം. പക്ഷേ ഇതിന് മ്യൂസിക്കും കിടുവായിരുന്നു. റഹ്മാൻ പറഞ്ഞ വ്യക്തിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം എന്താണ് ഈ സിനിമകളോട് മനസ്സിലായി. കാരണം ആ ഒരു അഭിഷേക് ഹന്നിയുടെ വരുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോനെ സൂപ്പർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു കരീഷ്മ ഉണ്ടല്ലോ ആ ഈ സിനിമയിൽ കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് അദ്ദേഹം കാണാൻ വളരെ ചെറുതും വളരെ അധികം ബോഡിയൊന്നും ഇല്ലെങ്കിലും പക്ഷേ ആ ഒരു സീനും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അദ്ദേഹത്തിൻ്റെ ആ വാക്കിംഗ് സ്റ്റൈലെല്ലാം കൂടി അപ്പോൾ അതിൻ്റെ ഒരു കരീഷ്മ ഉണ്ടല്ലോ, അത് സോ നൈസ്. കാരണം അത് ഡയറക്ടർ ബില്യൻസാണ് ശരിക്കും പക്കായിട്ട്. അതോടുകൂടി ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു നെടുന്തൂണായിരുന്നു അക്ഷയ് ഖന്ന തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓറ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ആ ഒരു വില്ലനിസം വെരി പ്യുവർ ആൻഡ് ആ ഒരു എങ്ങനെയാണ് ആ സിനിമ ഇത്രയും മാത്രം റീച്ച് ആകാൻ കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് പറയുമ്പോൾ ഈ വില്ലൻ്റെ റോള് ഭയങ്കര കിടുവായിരുന്നു. അതുപോലെ തന്നെ നായകനായാലും നല്ല ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി നല്ല സെറ്റപ്പായിട്ടുള്ള ബോഡിയൊക്കെ വെച്ച ആൾ ഭയങ്കര രസമൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ നമ്മളൊരിക്കലും ബോറടിപ്പിക്കാത്ത സിനിമയായിരുന്നു. അതായത് ദുരന്തർ 2 $1,00,000 കടന്നു പറയുമ്പോൾ പ്രീ സെയിലിൽ വരുമ്പോൾ നമുക്ക് ഞാൻ ആലോചിക്കേണ്ട ഈ സിനിമ റിലീസ് ചെയ്യുന്ന മാർച്ച് 19 അപ്പോൾ എത്രമാത്രം ക്യാഷ് ഈ സിനിമയ്ക്ക് വാരിക്കൂട്ടുന്ന കാര്യത്തിൽ പറയാനില്ല. കാരണം ആദ്യ പകുതി ഗംഭീരമായതുകൊണ്ട് തന്നെ രണ്ടാം പകുതി അതിഗംഭീരമാകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നാട് മുഴുക്കുണ്ട്. കാരണം ദുരന്തർ കണ്ട സിനിമ കണ്ടവർക്ക് എല്ലാവരും അറിയാം. പറ്റും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പറയുന്നത് വാസോ നൈസ്. അതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു ആക്ടർ പറയുന്നത് ഈ ദുരന്തറിൽ മാധവൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. മാധവൻ്റെ ഒരു ക്യാരക്ടർ ഒരു സോ സൈലൻറ്റ് ബട്ട് ഇറ്റ്സ് എ വെരി പവർഫുൾ എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഉണ്ട്. പക്ഷേ അതിഗംഭീരമായിരുന്നു. കാരണം സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു ഏറിപ്പോയി ഒരു 10-20 പേര് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നാലും സിനിമ അത് ചിലപ്പോൾ ഹിന്ദി ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ പൊളിയായിരുന്നു. കാരണം അതിഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ പിന്നെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെയും ആ സിനിമയുടെ ഒരു നമ്മളിങ്ങനെ പിടിച്ചിരുത്തി പറയില്ലേ ആ ഒരു ലെവലാണ്. കാരണം നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം അത്രമാത്രം ഒരു നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ ശരിക്കും ഇമോഷണലി ആവും നമ്മൾ. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ പവർ എന്ന നിലയിൽ ഇമോഷനാണ്. പക്ഷേ സിനിമ കിടുവായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ രണ്ടാം ഭാഗം വരുമ്പോൾ വേറെ കുറേ
ഇത് ക്ലാഷായി വരുന്ന നമ്മുടെ സ്വന്തം ക്ലാഷ് വരുന്നുണ്ട് യാഷുമായിട്ടാണ്, ടോക്സിക്കുമായിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം രണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, ബിഗ് ആക്ഷൻ മൂവീസാണ്. പക്ഷേ യാഷ് വരുന്നത് യാഷിൻ്റെ കുറേ KGF 2 ശേഷം വരുന്ന മൂവിയാണ്. പക്ഷേ ദുരന്തർ 1 ഹിറ്റിന് ശേഷം വരുന്നൊരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഈ രണ്ട് മൂവിക്കും അതിൻ്റേതായിട്ടുള്ള എക്സ്പെക്റ്റേഷനും അതിൻ്റേതായിട്ടുള്ള ഫാൻ ബേസും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റ് വാല്യൂയും ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് സിനിമയും കൂടി എങ്ങനെയാണ് ഇവിടെ ഈ കളം നിറഞ്ഞ് കളിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ടോക്സിക് നമ്മുടെ സൗത്ത് ഇന്ത്യ മൊത്തം അങ്ങോട്ട് കവർ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ കുറച്ചുകൂടി ഈ സൗത്ത് ഇന്ത്യൻ മൂവിയായ കാര്യം തന്നെ സൗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ എന്നിരുന്നാലും നോർത്ത് ഇന്ത്യയിലും അവർ വരും. കാരണം KGF നല്ലൊരു ഫാൻ ബേസ് അവിടെയുണ്ട്. പക്ഷേ ദുരന്തോർ പറഞ്ഞ ഒരു ഹിന്ദി മൂവിയാണ്. അപ്പോൾ ഹിന്ദി ബെൽറ്റിലെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ റീച്ച് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഗുണം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സൗത്തിലേക്ക് വരുമ്പോൾ കേരള അങ്ങനെ എനിക്കറിയില്ല മറ്റു ഭാഷ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓക്കെ, നമുക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ആളുകൾ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വലിയൊരു എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിക്കരുത്. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ വിജയുടെയും മമ്മൂട്ടി മോഹൻലാലിൻ്റെയും മൂവി ഇല്ലെങ്കിൽ രജനീകാന്തിൻ്റെ മൂവി വരുമ്പോൾ ഒരു ആഘോഷം പോലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ യാഷിനെയൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ നല്ല പ്രതീക്ഷിക്കും. കാരണം അദ്ദേഹത്തിന് കട്ടൗട്ട് വെച്ച് പാല് വരെ ഒഴിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഇപ്പോൾ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂവിയും ഉണ്ട്. എന്തായാലും ദുരന്തർ 2 എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പ്രീ സെയിലിൽ തന്നെ ഇത്രയും തന്നെ കളക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി വരാൻ പോകുന്ന അതിൻ്റെ അപ്ഡേഷൻ പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ സിനിമ നമ്മൾ കവർ ചെയ്യുന്നില്ല. കാരണം ഒരു ഫസ്റ്റ് സ്ക്രീനിങ് കഴിയുന്നതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ എങ്ങനെയാണെന്ന്. പിന്നെ അതിനുശേഷം ഒന്ന് ക്ലിക്ക് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ദുരന്തർ 1 കളക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇവർ കളക്ട് ചെയ്യാനുള്ള സാധ്യത ഈ സിനിമയ്ക്കുണ്ട്. അത് നമുക്ക് എടുത്ത് പറയാം. കാരണം ദുരന്തർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിജയമായിരുന്നു. കാരണം ആരും പ്രതീക്ഷയിൽ ഇങ്ങനെയായിരിക്കുന്നത്. പക്ഷേ വളരെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു സിനിമയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ലതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ കാരണം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതിലിപ്പോൾ അവർക്ക് ഇതിൽ നോവിച്ചിട്ടുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. പക്ഷേ നമ്മുടെ രാജ്യമാണല്ലോ. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നേരിട്ട പ്രശ്നങ്ങളെ നീറ്റായിട്ട് കാണിക്കാൻ പറ്റി. അതുതന്നെയാണ് ഈ ദുരന്തർ 1ൻ്റെ വിജയം. എന്തായാലും ദുരന്തർ 2 വരട്ടെ. നല്ല നല്ല അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുരന്തർ 2ൻ്റെ പ്രീസെയിലൊക്കെ നല്ല സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ദുരന്തറിൻ്റെ ഇനി അധികം ദിവസമൊന്നുമില്ല. ഇന്നിപ്പോൾ മാർച്ച് 5 ആയില്ലേ, 5 ഇനിയിപ്പോൾ എന്തായാലും ദിവസങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല രീതിയിൽ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. എല്ലാ സിനിമകളും വിജയിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ ഇൻസിഡൻസാണ് നമുക്കിതൊരു ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് ഇനി ദുരന്തർ 2 പറയാൻ പോകുന്നത്. എന്തായാലും വളരെ ആകാംക്ഷയുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്തായാലും കാണാൻ പോകണം. ദുരന്തർ 1 കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ദുരന്തർ 2 കാണും. അതോടൊപ്പം സ്വന്തം യാഷിൻ്റെ സിനിമയും കാണും. ഓക്കെ, ബൈ ഗൈസ്. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, സീ യു.